അപ്പളേ എല്ലാം റെഡി ആയില്ലേ? എല്ലാം റെഡിയായി. അപ്പൊ ഇന്നുണ്ടാക്കാൻ പോണത് കാട ഫ്രൈ. നല്ല കാട. ഒരു 10-20 കാടയുണ്ട്. ഇതിന് ആദ്യം ഫ്രൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് കറി വെക്കാം. ഇത് കൈകളെ മുകളിലോട്ട് വരുത്തും. എന്നിട്ട് വട്ടത്തിൽ കറക്കുക. അത് കോഴിയെ പറ്റുള്ളൂ, കാട പറ്റില്ല. ശരി, തുടങ്ങിയല്ലോ. എന്നാ പിന്നെ തുടങ്ങാം. അപ്പൊ നമുക്ക് ഐറ്റങ്ങൾ ഉണ്ടാക്കാം ഇതിനുള്ള ഫ്രൈക്കുള്ളത്. തുടങ്ങിയല്ലോ. എന്നാ പിന്നെ തുടങ്ങന്നെ എന്നാ ചെയ്യാം. ആദ്യം നമ്മുടെ കാശ്മീരി ചില്ലി കേട്ടോ. ഇതിന് കാശ്മീരി മതി. എന്റെ കണ്ണിപ്പെടുത്തണ്ട, മതി. അധികം പൊക്കണ്ട. ശരി. മല്ലിപ്പൊടി കാശ്മീരി ഒരു 2.5 സ്പൂൺ ഇട്ടുണ്ട്. ഇത് 2.5 മതി. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടല്ലേ കഴുകിയത്. ഗരം മസാല അത് 1 സ്പൂൺ മതി കേട്ടോ. നമ്മള് വേറെ ഇത് ചെയ്യില്ലേ, കറി വെക്കുമ്പോൾ ഇട്ട് കൊടുക്കുമല്ലോ. കുരുമുളക് പൊടി 1 സ്പൂൺ കേട്ടോ മതി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. വെളുത്തുള്ളി 3 സ്പൂൺ. അത് 2 സ്പൂൺ. അയ്യേ, അതിൽ 1 സ്പൂൺ മതി. നോക്കിയിട്ട് വേണമെങ്കിൽ മതി. നോക്കിയിട്ട് കട്ടാക്കാട്ടാ. ഇട്ട് കൊടുത്തില്ലേ. ഇനി നാരങ്ങ നീര്. ഇതിന്റെ ഈ കുരു എടുക്കാൻ നിങ്ങളുടെ അടുത്ത് എപ്പ പറഞ്ഞാലും കേക്കില്ല അല്ലേ? അത് ഗുരുവല്ലേ. ഗുരു വന്നാ പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അജയ്, തൈര് ഒഴുകി. കട്ടത്തൈര് മതിയോ? നോക്ക്, ഇത്രയും കൂടി. എന്റെ ക്ലാമർ നോക്കിയിട്ടുണ്ട് കാര്യമില്ല. തൈര് മതി. അപ്പൊ ഇനി ഉപ്പ്, സാൾട്ട്. ഉപ്പ് പോരല്ലോ, കുറച്ചുകൂടി മതി. നോക്കിട്ടിടാം. നന്നായി കുഴച്ചെടുക്കാം. വീണ്ടും തൈര്. മതി. വീണ്ടും തൈറ. അതാണ് തലയില്ലാത്ത കോഴി. പിന്നെ അതാ ഐശ്വര്യമായിട്ട് മസാല അങ്ങോട്ട് പിടിപ്പിക്കും. നീ പറഞ്ഞ പിന്നെ അത് ചെയ്യുന്നില്ല. എന്താ പതുക്കെ തലവി വേദനിക്കണ്ട. അതിന് കാടക്കോഴിക്ക് മസാല. അയ്യോ, ചെറുതായിട്ട് എരിയുണ്ട്. അത് ചാടണം. എല്ലാം സെറ്റായി തിരുമ്പി വെച്ചിട്ട് മസാല. എന്നിട്ട് അവിടെ ഇങ്ങനെ വെക്കാം. കമ്പിൽ എങ്ങോട്ട് കോർത്ത് വെക്കണം ശരിക്കേ. ചെറിയ ഇത് വവാലിനെ പോലെ ഉണ്ട് അല്ലേ? കോൺഫ്ലവർ ഒക്കെ വേണം കേട്ടോ അതിൽ. ശരിക്കും സൂപ്പറായിട്ടുണ്ടാവും. അത് വേണ്ട, നമ്മള് എല്ലാവരും ചെയ്യുന്ന ഒരു കോൺഫ്ലവർ നമുക്ക് നാടൻ രീതിയിൽ പഠിക്കാൻ കളർഫുൾ ആയില്ലേ ശരിക്കും. പിന്നെ ഇത് വേറെ എവിടെയും കിട്ടില്ല, ഇവിടെ തന്നെ കിട്ടും. ഇത്രയും കളറല്ലേ. അണ്ണാ നമുക്ക് പിന്നെ ഇതിന് ഉറങ്ങാൻ വെച്ചാലോ? എന്നാ ഉറങ്ങിക്കോട്ടെ. 1/2 മണിക്കൂർ കിടന്ന് ഉറങ്ങട്ടെ. 1/2 മണിക്കൂറോ 1 മണിക്കൂർ അത്രയും ഉറങ്ങാം. 1/2 മണിക്കൂർ മതി. കൂടുതൽ ഉറങ്ങി കഴിഞ്ഞാ ഈ കൈ കൊണ്ട് തന്നെ ഒരു ചില്ലി ഇടാല്ലോ. നിങ്ങൾ ഇട്ടോളെ, ഞാൻ കൈ കഴുകി തരാം. ഫിംഗർ ചിക്കൻ. അപ്പോളേ കാട ഫ്രൈ ചെയ്യാനുള്ള ചട്ടി വെക്കാം. ഉരുളിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ചട്ടി വെക്കുന്നത്. അണ്ണാച്ചേ, ഓയിൽ കം. ഓയിൽ ഓക്കെ. മറ്റാ കറിവേപ്പില തട്ട് നോക്കിട്ടില്ല. ഇട്ടത് വന്നില്ല. നമ്മള് കാടക്കോഴിനും അതുപോലെ ചിമ്മറിനിടും. കണ്ടാ ഇല്ലേ? നെല്ലിടാൻ പറ്റില്ല, എനിക്ക് നല്ല സ്പീഡ് കണ്ടാ. കാട്ടില് കാടക്കോഴി പിടിക്കാൻ പോയിട്ടുണ്ടോ? എന്ത് സ്പീഡാന്നറിയോ? പക്ഷെ ഇവിടെ നടക്കുന്നത് അതേ സ്പീഡിലാണ് ഞാൻ ഇടുന്നത്. മതി. ഓക്കെ. ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. നമുക്ക് കാടനെ കോരി എടുക്കാം. പാത്രം കാട്ട്. വേണ്ട, എണ്ണ നല്ലോണം ഓടിയട്ടെ. 2 ദിവസം പിടിച്ചു വെക്കണം. 2 ദിവസം അങ്ങനെയാണ്. എനിക്ക് തെറ്റിദ്ധരിക്കും. അത് കേൾവ് കുറയുണ്ടോന്നൊരു സംശയം.
കറിവേപ്പില വീണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് സൗണ്ട് വന്നു വേണ പച്ചമുളക്. ഇനി കാട, വീണ്ടും കാട. വീണ്ടും കാട. അല്ല വീണ്ടും കാട. അയ്യോ അന്നോ പരത്തണമെന്നുണ്ട്. അമ്മത്തിയേ മുത്തപ്പോ. അപ്പളേ രണ്ടാമത്തെ ആയി. ഇനി വാരിയിടുക, ഒരു ഗ്രേവി വെക്കുക, അത്രേ ഉള്ളൂ. ഇതാ സെറ്റപ്പ് ആയില്ലേ അണ്ണാച്ചേ. അടുക്കും. എനിക്ക് ഇത് ഇവരുടെ ഇടയിൽ ഇത് പറ്റില്ല. ഇത് നല്ല മണമുണ്ട് പറഞ്ഞ ഇവര് നന്നായി കയറ്റുകയും ചെയ്യും. അണ്ണാച്ചിക്ക് 2 കാല് വേണം അല്ലേ? 2 കാല് 2 കുറയും. അപ്പോഴേ അതേ എണ്ണയിൽ നമ്മളിതാ വറമുളക്, പട്ട, ഗ്രാമ്പു, പെരിഞ്ചീരകം. അണ്ണാച്ചി തീ കമ്മിയാക്ക്. കരിയാൻ പറ്റില്ല. വലിയുള്ളി കുനുകുനു അരിഞ്ഞതാണ് കേട്ടോ. 1 കിലോനുണ്ട് വലിയ ഉള്ളിയില്ലേ, പാതി വെന്തിട്ടുണ്ട്. നമുക്കിതാ പച്ചമുളക് അതിനോടൊപ്പം തന്നെ വേകട്ടെ. കുഞ്ചാ തക്കാളി കുനുകുനാ അരിഞ്ഞത് തൊട്ടുണ്ട്. അങ്ങനെ തട്ടിക്കോ. പിന്നെ പിന്നെ അറിയാലോ ഇളക്കല്. നിങ്ങൾ ഇളക്കലിന്റെ ഉസ്താദാണ് നിങ്ങള്. ഞാൻ നിന്നെയും ഇളക്കും, എല്ലാവരും ഇളക്കും. മൊത്തം ഇളക്കൽ ചേട്ടേ പതുങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കേ കറിവേപ്പില അങ്ങോട്ട് ഇടാം. ഊരിയിട്ടിട്ടോ, കോഞ്ചലോട് വേണ്ട. ഊരിയിട്ട് ഇല മാത്രം കണ്ടിട്ട് അല്ലേ? ഊരിയിട്ടോ, ഊരിയിടുക. ഊരിയിടുന്നത് മറ്റേത് കുറക്കാൻ. ഇട്ടല്ലോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ചെറിയ ഉള്ളിയും ഉണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയാണ്, കാശ്മീരി ചില്ലിപ്പൊടി. സാധാ ചില്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ. കാശ്മീരി. മല്ലിപ്പൊടി കേട്ടോ, മല്ലിപ്പൊടി. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. ആവു എവിടെ കാറ്റ് ഇല്ലേ? വെളിയിൽ പോണോ? അതാ കുറച്ച് ഗരം മസാല താത്തിട്ടു. ഇനി ഇത്തിരി വെള്ളം ഇനി വെള്ളം ഇത്തിരി ചേർത്തിക്കോ. അണ്ണാച്ചി വെള്ളം ഒഴിക്കി. ഒഴിച്ചോ. മതി. എന്താ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തു. നമുക്കിനി ഉപ്പിട്ടിട്ട് ഒന്ന് കല്ലുപ്പ്. കല്ലുപ്പ്. ഇതാ പെരിഞ്ചീരകം പൊടിച്ചതാണ് 1 സ്പൂണ്. വേണമെങ്കിൽ ഇത്തിരിയും കൂടി ഇടാം. 1.5 ഇരിക്കട്ടെ. അത് കളിക്കോ, അത് വെറുതെ കിടക്കുന്നില്ല. ഉമ്മച്ചാ നമ്മുടെ കാടക്കോഴി അങ്ങോട്ട് തട്ടിക്കോ. നീ എങ്ങനെയാണോ അതുപോലെ ചെയ്തു, നിന്റെ കഴിവിനനുസരിച്ച് ചെയ്തു. തീ കമ്മിയാക്കടാ കൊഞ്ചാ, ചാടിപ്പിടിക്കും. ചാടിയിട്ട് കൊടുത്തു. നമുക്ക് ഇത്തിരി ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. എന്നിട്ട് ഒരു 2 ഐറ്റം കൂടി ചേർക്കാനുണ്ട്. കറിവേപ്പിലും നമ്മുടെ ഉണക്കമുളകില്ലേ അതിന് പൊടിച്ചത്, അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഐറ്റമാണ് കറിവേപ്പിലയും നമ്മുടെ വറമുളകിനെ പൊടിച്ചത്, കുത്തിപ്പൊടിച്ചത്. വേണ്ട ഈ തരി പോലെ ഉണ്ടാവും. ഇളക്കാൻ പാടില്ല, പക്ഷെ നാലൊത്തിരി എല്ലാവരും പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാടക്കോഴി ആയിട്ടുണ്ട്.
ഇറക്കാം. മതിയേ മതി. ഇനി ഇത് നന്നായി ഡ്രൈ ആയില്ലേ, ഇതിനെക്കാട്ടി നന്നായിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് എന്താ അറിയോ, പൊറോട്ട പിച്ച് തിന്നണമെങ്കിൽ ഇത്തിരി ഗ്രേവി വേണം. എന്നാ ചെയ്, ഇതാ പൊറോട്ട കണ്ടാ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. സ്പെഷ്യൽ പൊറോട്ട അതിന് കാടക്കോഴി. പിന്നെ കാടക്കോഴിക്ക് ഒരു പൊറോട്ട അല്ലേ? പിന്നെ തീർച്ചയായും അല്ല, നമ്മൾ എപ്പോഴും കുറെ ആയിട്ട് ചോറല്ലേ നമ്മൾ. പക്ഷെ ചോറ് വിടില്ല, അത് വേറെ. പക്ഷെ എന്നാലും നമ്മൾ ഇന്ന് പൊറോട്ട, കാടക്കോഴിക്ക് പൊറോട്ട എടുക്ക്. എന്നാ ചെയ്, കാടക്കോഴി. ഓ മണം വന്നു. പിന്നെ മണമില്ലാണ്ട് നന്നായത്. ഓ ഇതാ എന്റെ കാട, ഇതെന്റെ കാട. ആ കാടൊക്കെ വേണ്ടി നോക്ക്. ചാറ് കണ്ടെടുത്ത്. എന്നാ ചെയ്, ചാർ എല്ലാം പഞ്ചാബ് പറയില്ലേ. എന്നാ ചെയ്, കഴിക്ക് കുഞ്ചാ. ഉമ്മച്ചാ കഴിക്കാല്ലേ? നേരത്തെ തുടങ്ങിയ ശരി, അതായത് കഴിക്കാം. പൊറോട്ടൻ്റെ കൂടെ അല്ലേ കാടക്കോഴി അല്ലേ? പൊളിച്ചു. തമ്പി സെറ്റ്. സൂപ്പർ. എരിവ് ഒരു സ്പൈസി ആയിട്ടുള്ളൂ അല്ലേ? കാടിനെ പിടിച്ച് വറമുളകിന്റെ അരിവും കുരുമുളകിന്റെ ഒരു കാടിനെ പിടിച്ചിട്ടേ കടിക്കണം എനിക്ക്. ആ കുരുമുളകിന്റെ ഇല്ലേ തമ്പി മച്ചാ, കുരുമുളകിന്റെ ഒരു ചോവയല്ലേ സൂപ്പർ ആയിട്ടാ. കുരുമുളകും ലാസ്റ്റ് നമ്മളൊരു വറമുളകിന് വെതറി കൊടുത്തു പൊടിച്ചിട്ടത് അതുകൂടി. അപ്പൊ സൂപ്പർ. എരിയുണ്ട്, അങ്ങനെ സെറ്റാണ്. എരി വേണം. കിടക്കാച്ചി ബേഡാസ്റ്റി എന്ത് വേണമെങ്കിൽ പറയാം. സൂപ്പർ പറഞ്ഞ സൂപ്പർ സാധനം. തിമർത്തു. കാടയ്ക്ക് പൊറോട്ട എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തോളൂ. സൂപ്പർ സാധനമാണ്. അടിപൊളിയുണ്ട്. കാടയില്ലേ, കാടക്കോഴി ആദ്യം വറുത്ത് മൊരിക്കുക, എന്നിട്ട് ഫ്രൈ ആയിട്ട് കറി വെക്കുക. കാട ഫ്രൈ ചെയ്തിട്ട് വെക്കാതെയും വെക്കാം, പക്ഷെ അത് ഓടയും. പക്ഷെ ഇത് ഫ്രൈ ചെയ്തപ്പോലെ അതേപോലെ തന്നെ കിട്ടി. എന്താ കിടക്കാച്ച സംഭവം. ഇത് കിടക്കാച്ചാണ്. അപ്പൊ എന്നാ എല്ലാവരും കൂടി തോന്നുന്നത് കഴിയാറ്റോ, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. ഞങ്ങൾ എല്ലാത്തിനും തിരക്കണം. പൊറോട്ടയിലാണെങ്കിലും ചോറ്റിലാണെങ്കിലും തിരക്കന്നെ.